നമസ്കാരം. നമുക്കൊരു നിയോജകമണ്ഡലത്തിന്റെ രാഷ്ട്രീയ ആരോഗ്യമൊന്ന് പരിശോധിച്ചു നോക്കിയാലോ? ഒരു ഡോക്ടർ രോഗനിർണയം നടത്തുന്നതുപോലെ വസ്തുതകളും കണക്കുകളും ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഇത് കടുത്തുരുത്തിയെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള വിശകലനമാണ്. ഇവിടെ നമ്മൾ വ്യക്തികളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് വ്യവസ്ഥകളെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുമാണ്. ഇതാണ് കടുത്തുരുത്തി. കേരളത്തിന്റെ ഹൃദയഭാഗത്ത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം. ഇതൊരു ഭൂപ്രദേശം മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. ഇവിടുത്തെ ഓരോ വോട്ടറുടെയും ജീവിതം ഈ മാറ്റങ്ങളുടെയൊക്കെ കഥ പറയുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ അക്കങ്ങളിലേക്കൊന്ന് നോക്കൂ. 2016 ഏകദേശം 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം. വെറും 5 വർഷം കൊണ്ട് 2021 അത് 4,000 താഴേക്ക് കൂപ്പുകുത്തുന്നു. ഇതൊരു ചെറിയ മാറ്റമല്ല, ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ സൂചനയാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ഉറച്ച കോട്ടയുടെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയത്? അതാണ് നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത്. ഈ വിശകലനത്തിൽ നമ്മളൊരു യാത്ര പോവുകയാണ്. ആദ്യം ചുരുങ്ങുന്ന ജനവിധിയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കും. പിന്നെ വോട്ടർമാരുടെ ശബ്ദം കേൾക്കാൻ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലും. തുടർന്ന് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇതിനൊരു പരിഹാരമായി ഒരു ചതുർമുഖ തന്ത്രവും വ്യക്തമായ ഒരു ഭരണരൂപരേഖയും നമ്മൾ മുന്നോട്ടുവെക്കും. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ചുരുങ്ങുന്ന ജനവിധി, അഥവാ അക്കങ്ങൾക്ക് പിന്നിലെ കഥ. ഓർക്കുക, ഈ സംഖ്യകൾ കേവലം കണക്കുകളല്ല, മറിച്ച് ജനങ്ങളുടെ മാറുന്ന വികാരങ്ങളുടെയും പ്രതീക്ഷകളുടെയും അടയാളങ്ങളാണ്. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 2016 58% ഉണ്ടായിരുന്ന വോട്ട് വിഹിതം 2021 ആയപ്പോഴേക്കും 45% കുറഞ്ഞു. പക്ഷേ അതിലും ഗൗരവമേറിയൊരു കാര്യമുണ്ട്. പോളിംഗ് ശതമാനത്തിലുണ്ടായ ആ വലിയ ഇടിവ് ഏകദേശം 11%. ഇത് വോട്ടർമാരിലുണ്ടായ ഒരുതരം നിസ്സംഗതയാണ് കാണിക്കുന്നത്, ഒരു അകൽച്ചയെയാണ്. അവർ തങ്ങളുടെ മുന്നണിയിൽ നിന്ന് നിശ്ശബ്ദമായി അകന്നുമാറുകയാണെന്ന് വേണം കരുതാൻ. ഒരു കോട്ടയ്ക്ക് വിള്ളലുണ്ടാകുമ്പോൾ ആരാണ് ആക്രമിക്കുന്നത് എന്നതിലല്ല, എന്തുകൊണ്ട് മതിലുകൾ ദുർബലമാകുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ വിശകലനത്തിൽ നമ്മൾ പുറത്തുനിന്നുള്ള കാരണങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അകത്തുള്ള ബലഹീനതകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം: വോട്ടറുടെ ശബ്ദം. തെരഞ്ഞെടുപ്പ് കണക്കുകൾക്കപ്പുറം സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം റോഡുകൾ. ഉദാഹരണത്തിന് കടുത്തുരുത്തി പിറവം റോഡിലെ വർഷങ്ങളായുള്ള കുഴികൾ. ഇതൊരു ചെറിയ അസൗകര്യമല്ല, മറിച്ച് ഭരണസംവിധാനം പരാജയപ്പെടുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടുത്തെ ആളുകൾ ഇതിനെ കാണുന്നത്. റോഡിലെ കുഴികൾ മാത്രമല്ല ആളുകളെ അലട്ടുന്നത്, അതിലും ആഴത്തിലുള്ള ആശങ്കകൾ ഓരോ വീടിന്റെയും ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാവിയെക്കുറിച്ചും ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു മടങ്ങിവന്നവരുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും. ഈ സാമ്പത്തിക സമ്മർദ്ദം ഓരോ കുടുംബത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ നഗരങ്ങളെയും ചെറുപ്പക്കാരെയും ബാധിക്കുമ്പോൾ ഗ്രാമങ്ങളിലെ കർഷകർ നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായൊരു പ്രതിസന്ധിയാണ്: കാട്ടുപന്നി ശല്യം. ഇത് അവരുടെ അധ്വാനത്തെയും ഉപജീവനത്തെയും മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവരുടെ ജീവനെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. അപ്പോ റോഡിലിറങ്ങിയാല് കുഴികള്, കൃഷിയിടത്തില് പന്നിയുടെ ശല്യം. ഇനി ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാലോ? അവിടെയും സാധാരണക്കാരൻ നിസ്സഹായനാവുകയാണ്. ജീവനക്കാരുടെ കുറവ് കാരണം സർക്കാർ സേവനങ്ങൾ വൈകുന്നത് ഭരണത്തിലുള്ള വിശ്വാസത്തെ തന്നെയാണ് തകർക്കുന്നത്. ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സോടെ ജീവിക്കാനുള്ള അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. സർക്കാർ സേവനങ്ങൾ ഒരു ഔദാര്യമല്ല, അത് ഓരോ പൗരന്റെയും അവകാശമാണ്. അടുത്തത് മൂന്നാം ഭാഗം: മാറുന്ന രാഷ്ട്രീയ ഭൂമിക. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്കു പുറമെ കടുത്തുരുത്തിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് കടുത്തുരുത്തിയുടെ ഒരു സാമൂഹിക ചിത്രം. ഏകദേശം 50% ഹിന്ദുക്കൾ, 44% ക്രിസ്ത്യാനികൾ, പിന്നെ ഒരു 6% മുസ്ലിങ്ങൾ. ഓരോ സമുദായത്തിനും അവരുടേതായ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഈയൊരു സന്തുലിതാവസ്ഥയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ കോട്ടയുടെ ഭിത്തികൾക്ക് എങ്ങനെയാണ് കാലക്രമേണ വിള്ളൽ വീണതെന്ന് ഈ ടൈം ലൈൻ നമുക്ക് കാണിച്ചുതരും. 2008 മണ്ഡല പുനർനിർണയം മുതൽ കേരള കോൺഗ്രസിലെ പിളർപ്പുകളും മുന്നണി മാറ്റങ്ങളും വരെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ കാര്യമായ വിള്ളലുകൾ വീണിട്ടുണ്ട്. അതോടൊപ്പം പുതിയ രാഷ്ട്രീയ ശക്തികളുടെ കടന്നുവരവും ഈ സമവാക്യങ്ങളെ ഒന്നടങ്കം മാറ്റിമറിക്കുന്നു.
4ാം ഭാഗം ഒരു ചതുർമുഖ തന്ത്രം. ശരി, പ്രശ്നങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി വേണ്ടത് പരിഹാരമാണ്, അല്ലേ? അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിന് ഒരു പേരുമുണ്ട്: ചതുർമുഖ സിദ്ധാന്തം. ഈ തന്ത്രത്തിന് 4 മുഖങ്ങളുണ്ട്. ഒന്നാമത്തേത് ശിവനെപ്പോലെ എതിരാളികളുടെ ഭരണപരാജയങ്ങളെ ശക്തമായി തുറന്നുകാട്ടുക. രണ്ടാമത്തേത് വിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും അനുഭവപരിചയവും നൽകി ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുക. മൂന്നാമത്തേത് ബ്രഹ്മാവിനെപ്പോലെ കാലത്തിനനുസരിച്ചുള്ള പുതിയ ഭരണ ആശയങ്ങൾ അവതരിപ്പിക്കുക. നാലാമത്തേത് ദുർഗയെപ്പോലെ കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം ഒരുക്കുക. നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്: ഭരണത്തിനായുള്ള ഒരു രൂപരേഖ. വെറും വാക്കുകൾക്കും തന്ത്രങ്ങൾക്കും അപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ എങ്ങനെ നടപ്പാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ 3 കാര്യങ്ങൾക്കാണ് അടിയന്തര പ്രാധാന്യം കൊടുക്കേണ്ടത്. 1. റോഡുകളിലെ കുഴികളടച്ച് യാത്ര സുഗമമാക്കുക. 2. കെ-സ്മാർട്ട് പോലുള്ള സംവിധാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കി സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുക. മൂന്നാമതായി, ഗ്രാമീണ മേഖലകളിൽ കുടിവെള്ളം, തെരുവിളക്കുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇവ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടികളാണ്. എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഓരോ വിഭാഗത്തെയും പ്രത്യേകം മനസ്സിലാക്കി അവർക്കാവശ്യമുള്ള സഹായം എത്തിക്കേണ്ടത്. യുവാക്കൾക്ക് തൊഴിൽ, സ്ത്രീകൾക്ക് സുരക്ഷ, കർഷകർക്ക് വിള ഇൻഷുറൻസ്, പ്രവാസികൾക്ക് പുനരധിവാസം. അതോടൊപ്പം എല്ലാ സമുദായ നേതാക്കളുമായും നേരിട്ട് സംവദിച്ച് അവരുടെ വിശ്വാസം ആർജിക്കണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മൾ ഉപയോഗിക്കുന്ന വിവരങ്ങൾ, അതായത് ഡേറ്റ, അത് എപ്പോഴും ആളുകളുടെ സമ്മതത്തോടെയും അവരുടെ സ്വാധീനത്തെ മാനിച്ചുകൊണ്ടും ആയിരിക്കണം ഉപയോഗിക്കാൻ. നമ്മുടെ ലക്ഷ്യം ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നതാണ്, അല്ലാതെ വ്യക്തികളെ ചൂഷണം ചെയ്യുകയല്ല. അപ്പോ നമ്മൾ ഈ കണ്ട വിശകലനത്തിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ഉയർന്നുവരുന്നുണ്ട്: പരമ്പരാഗത രാഷ്ട്രീയം പരാജയപ്പെടുന്ന ഇടങ്ങളിൽ ഇതുപോലെ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ചിട്ടയായ ഒരു ഭരണരൂപരേഖയ്ക്ക് ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ? If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-420-41602. Purpose Beyond Politics.